ഹായ്, അനൂസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് വീണ്ടും ഒരു കേക്ക് റെസിപ്പിയാണ് കാരമൽ ബനാന കേക്ക്. പഞ്ചസാര കാരമലൈസ് ചെയ്തതും പഴവും ചേർത്തിട്ട് നല്ല ടേസ്റ്റിയും പഞ്ഞി പോലെ സോഫ്റ്റുമായിട്ടുള്ള ഒരു അടിപൊളി കേക്കാണിത്. പിന്നെ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ആദ്യം കുറച്ച് പഞ്ചസാര കാരമലൈസ് ചെയ്യണം. അപ്പം അതിനുവേണ്ടി ഒരു പാനിൽ ഞാൻ 1/4 കപ്പ് പഞ്ചസാര ഇട്ടിട്ടുണ്ട്. ഇതിനകത്തേക്ക് 1 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇനി ഇത് ഇളക്കൊന്നും വേണ്ട, ഹൈ ഫ്ലെയിമിൽ തന്നെ കുറച്ച് സമയം വെക്കണം. പഞ്ചസാര അലിഞ്ഞ് ഉരുകി അതിൻ്റെ നിറം മാറി വരും. പഞ്ചസാര ഇതുപോലെ ചെറുതായിട്ട് നിറം മാറി തുടങ്ങുമ്പോൾ തീ കുറച്ച് ഏറ്റവും ലോ ഫ്ലെയിമിൽ വെക്കാം. എന്നിട്ട് ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. കുറച്ച് കഴിയുമ്പോൾ ഇത് നല്ല ഗോൾഡൻ ബ്രൗൺ കളറിലായി വരും. തീ എപ്പോഴും കുറച്ച് തന്നെ വെക്കണം, അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് അങ്ങ് കരിഞ്ഞു പോകും. പഞ്ചസാര ഇപ്പോൾ നല്ല ഗോൾഡൻ ബ്രൗൺ കളർ ആയിട്ടുണ്ട്. ഇതിനകത്തേക്ക് 1/4 കപ്പ് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുക. നല്ല ചൂടുവെള്ളമാണ് ഒഴിക്കുന്നത്. വെള്ളം ഒഴിക്കുമ്പോൾ ശ്രദ്ധിക്കണം, ചൂടായി കിടക്കുന്ന പഞ്ചസാരയിലോട്ട് നമ്മൾ വെള്ളം ഒഴിക്കുമ്പോൾ കയ്യിലൊക്കെ ഇങ്ങനെ തെറിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ പതുക്കെ ശ്രദ്ധിച്ച് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചതിന് ശേഷം സ്റ്റൗ ഓഫ് ചെയ്യാം. ഒത്തിരി അങ്ങ് കുറുകി പോകരുത്, കാരണം നമ്മൾ ഈ സിറപ്പ് തണുത്തതിന് ശേഷമാണ് കേക്കിലോട്ട് ചേർക്കുന്നത്. തണുത്ത് കഴിയുമ്പോൾ ഇത് കുറച്ചും കൂടി കുറുകി വരും. അപ്പോൾ അതുകൊണ്ട് കട്ടിയായി പോകും ചിലപ്പോൾ. അപ്പോൾ അതുകൊണ്ട് ഒത്തിരി കുറുകി പോകാൻ പാടില്ല. ജസ്റ്റ് ഒന്ന് തിളപ്പിച്ചതിന് ശേഷം സ്റ്റൗ ഓഫ് ചെയ്ത് വെക്കാം. ഇത് നമുക്ക് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു വെക്കാം. ഈ സിറപ്പ് ഇനി നന്നായിട്ട് തണുത്തതിന് ശേഷമാണ് നമ്മൾ കേക്കിൽ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതുവരെ വെയിറ്റ് ചെയ്യാം. ഇനി കേക്കിൻ്റെ ബാറ്റർ ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ 1/4 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. ഇതിനകത്തേക്ക് 3/4 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ചേർക്കാം. പിന്നെ ഇതിനകത്ത് ഞാൻ ഉപ്പ് ചേർത്തിട്ടില്ല, കാരണം ഞാൻ ഇന്ന് സോൾട്ടഡ് ബട്ടറാണ് യൂസ് ചെയ്യുന്നത്, അതായത് ഉപ്പുള്ള ബട്ടർ. അപ്പോൾ ഓൾറെഡി അതിനകത്ത് ഉപ്പ് ചേർത്തിട്ടുള്ളതുകൊണ്ട് മൈദയിൽ പിന്നെ ഞാൻ എക്സ്ട്രാ ഉപ്പ് ചേർക്കുന്നില്ല. നിങ്ങൾ അൺസോൾട്ടഡ് ബട്ടറാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് മൈദയിൽ ചേർക്കണം. അപ്പോൾ ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കാം. ആ ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയൊക്കെ ഒന്ന് മിക്സ് ആവണം. പിന്നെ ഈ കേക്കിൽ നമുക്ക് 1/2 കപ്പ് പഞ്ചസാരയാണ് വേണ്ടത്. അതിൽ 1/4 കപ്പ് പഞ്ചസാര ഞാൻ ഓൾറെഡി പൊടിച്ചു വെച്ചിട്ടുണ്ട്. മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ട് ഇതുപോലെ നന്നായിട്ട് പൊടിച്ചു വെച്ചു. 1/4 കപ്പ് അളന്നെടുത്തതിന് ശേഷമാണ് മിക്സിയിലിട്ട് പൊടിച്ചു വെച്ചിരിക്കുന്നത്. ബാക്കി 1/4 കപ്പ് പഞ്ചസാര നമുക്ക് മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ കൂടെ കുറച്ച് പട്ടയും ഗ്രാമ്പും ഒക്കെ ചേർത്തിട്ട് ഒന്ന് പൊടിച്ചെടുക്കണം. അപ്പോൾ ഇതിനകത്തേക്ക് ഒരു ചെറിയ കഷ്ണം പട്ട, ഇതുപോലെ വളരെ ചെറിയൊരു കഷ്ണം മതി. പിന്നെ ഒരു 2 ഗ്രാമ്പും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് പൊടിച്ചെടുക്കാം. അപ്പോൾ എല്ലാം കൂടി 1/2 കപ്പ് പഞ്ചസാര പട്ടയും ഗ്രാമ്പും ചേർത്ത് പൊടിച്ചു വെച്ചു. ഇനി ഈ ജാറിൽ തന്നെ നമുക്ക് പഴവും കൂടി അരച്ചെടുക്കാം. ഞാനിവിടെ 3 ചെറിയ പാളയംകോടൻ പഴമാണ് എടുത്തിട്ടുള്ളത്. ഇതിന് പകരം നിങ്ങൾക്ക് റോബസ്റ്റ പഴം വേണമെങ്കിൽ യൂസ് ചെയ്യാം. റോബസ്റ്റ ആണെങ്കിൽ ഒരെണ്ണം എടുത്താൽ മതി. പിന്നെ പുറത്ത് താമസിക്കുന്നവർക്കാണെങ്കിൽ ഈ റോബസ്റ്റ പോലെ തന്നെ നീളത്തിനുള്ള ഒരു മഞ്ഞ പഴം കിട്ടില്ലേ, അത് വേണമെങ്കിലും യൂസ് ചെയ്യാം. അപ്പോൾ റോബസ്റ്റയോ ആ വലിയ പഴമാണെങ്കിൽ ഒരെണ്ണം എടുക്കുക. അതല്ല ഇതുപോലെ ചെറിയ പഴം പാളയംകോടൻ പഴമാണെങ്കിൽ 3 എണ്ണം എടുക്കണം. അപ്പോൾ ഇത് നമുക്ക് ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ച് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതൊട്ടും വെള്ളം ഒഴിക്കാതെ നല്ല സ്മൂത്തായിട്ട് അരച്ചെടുക്കണം. ഇനി കുറച്ച് വലിയൊരു ബൗളിൽ 1/2 കപ്പും 1 ടേബിൾ സ്പൂണും അല്ലെങ്കിൽ 127 ഗ്രാം ബട്ടർ ചേർത്ത് കൊടുക്കുക. ഇതുപോലെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബട്ടർ ആയിരിക്കണം. ഫ്രിഡ്ജിലിരിക്കുന്ന ബട്ടർ യൂസ് ചെയ്യരുത്. നല്ല സോഫ്റ്റ് ആണെങ്കിൽ മാത്രമേ നമുക്ക് നന്നായിട്ട് ക്രീം ചെയ്ത് എടുക്കാൻ പറ്റുള്ളൂ. ഇനി ഒരു വിസ്ക് വെച്ച് നമുക്കിത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. നല്ല സോഫ്റ്റ് ആയിരിക്കുന്ന ബട്ടർ ആയതുകൊണ്ട് ഇതുപോലെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. നമ്മളിതിനകത്ത് ഇലക്ട്രിക് ബീറ്റർ യൂസ് ചെയ്യുന്നില്ല. അപ്പോൾ ഇതുപോലെ ഒരു 1/2 മിനിറ്റ് നന്നായിട്ട് ഇങ്ങനെ ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ബട്ടർ നല്ല ക്രീമി ആയിട്ട് വന്നു. ഇനി ഇതിനകത്തേക്ക് നമ്മൾ പൊടിച്ചു വെച്ച 1/2 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം. വീണ്ടും ഒരു 1/2 മിനിറ്റും കൂടി ഈ പഞ്ചസാരയും ബട്ടറും കൂടി ചേർത്ത് നന്നായിട്ട് ബീറ്റ് ചെയ്ത് കൊടുക്കാം. പൊടിച്ച പഞ്ചസാരയുണ്ട്, പെട്ടെന്ന് തന്നെ ആ ബട്ടറിൻ്റെ കൂടെ അങ്ങ് ചേർന്ന് അലിഞ്ഞോളും ഇതുപോലെ. അപ്പോൾ നന്നായിട്ട് നമുക്ക് ക്രീം ചെയ്ത് എടുക്കാൻ പറ്റും. അപ്പോൾ ഒരു 1/2 മിനിറ്റ് ഇതുപോലെ നല്ലതായിട്ട് കുറച്ച് ശക്തിക്ക് തന്നെ ബീറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതോ പഞ്ചസാരയും ബട്ടറും കൂടി നല്ല ക്രീമാക്കി എടുത്തു. ഇനി ഇതിനകത്ത് 2 മുട്ട ചേർക്കണം. റൂം ടെമ്പറേച്ചറിലുള്ള മുട്ട ആയിരിക്കണം. അതായത് ഫ്രിഡ്ജിൽ ഇരിക്കുന്ന മുട്ടയാണെങ്കിൽ പുറത്തെടുത്ത് വെച്ച് അതിൻ്റെ തണുപ്പ് മാറ്റിയതിന് ശേഷം മാത്രമേ യൂസ് ചെയ്യാവുള്ളൂ. മുട്ട നമുക്ക് ഓരോന്നായിട്ട് ചേർത്ത് നല്ലതായിട്ട് ബീറ്റ് ചെയ്ത് എടുക്കാം. ഓരോ മുട്ടയും 30 സെക്കൻഡ് അല്ലെങ്കിൽ 1/2 മിനിറ്റ് ചേർത്ത് മിക്സ് ചെയ്യണം.
മിക്സ് ചെയ്യാന്ന് വെച്ചാൽ വെറുതെ ഇങ്ങനെ മിക്സ് ചെയ്താൽ പോരാ, നല്ല ശക്തിക്ക് തന്നെ ബീറ്റ് ചെയ്ത് കൊടുക്കാം. അടുത്ത മുട്ടയും ഇതുപോലെ തന്നെ ചേർത്ത് ബീറ്റ് ചെയ്യാം. അപ്പോൾ ഇത് നല്ല ക്രീമി ആയിട്ട് വന്നിട്ടുണ്ട് ഇതുപോലെ. ഇനി ഇതിനകത്തേക്ക് നമ്മൾ റെഡിയാക്കി വെച്ച കാരമൽ സിറപ്പ് ഒഴിക്കാം. ഈ സിറപ്പ് നിങ്ങൾ ടേസ്റ്റ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഇതിന് നല്ല കയ്പ്പായിരിക്കും, പക്ഷേ കേക്കിൽ ചേർക്കുമ്പോൾ ആ കയ്പ്പ് ഉണ്ടാവില്ല. ഇനി ഇതിനകത്തേക്ക് ഒരു 1/2 ടീസ്പൂൺ വാനില എസൻസ് ചേർക്കാം. നമ്മൾ അരച്ച് വെച്ച പഴവും ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒത്തിരി സമയം ബീറ്റ് ചെയ്യുമൊന്നും വേണ്ട, നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുത്താൽ മതി. പിന്നെ നമ്മൾ ഇതിനകത്ത് വാനില എസൻസ് ചേർത്തിരിക്കുന്നതുകൊണ്ട് അത് മിക്സ് ചെയ്ത് കഴിയുമ്പോൾ ചിലപ്പോൾ ഇത് ചെറുതായിട്ടൊന്ന് പിരിഞ്ഞ പോലെ തോന്നും. പക്ഷെ അത് കുഴപ്പമില്ല, കേടായി പോയതൊന്നുമല്ല. നമ്മൾ മൈദയൊക്കെ ചേർത്ത് കഴിയുമ്പോൾ അത് ശരിയാവും. പിന്നെ നമുക്ക് മൈദ കുറച്ചായിട്ട് ഇതിനകത്തേക്ക് ചേർത്തിട്ട് മിക്സ് ചെയ്ത് എടുക്കാം. ഇനി വിസ്ക് ഉപയോഗിക്കേണ്ട, ഇതുപോലൊരു സ്പൂൺ വെച്ചിട്ട് പതുക്കെ ഇങ്ങനെ ഇളക്കിയെടുക്കാം. ഇങ്ങനെ ഫോൾഡ് ചെയ്ത് തന്നെ എടുക്കണം. ഓവറായിട്ട് നമ്മൾ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ കേക്ക് കട്ടിയായിപ്പോവും. അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു കേക്കാണ്. അപ്പോൾ അതുകൊണ്ട് പതുക്കെ ഇങ്ങനെ ഇളക്കിയെടുക്കാം. അപ്പോൾ കേക്കിനുള്ള ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ കുറച്ച് കട്ടിയായിട്ടുള്ളൊരു ബാറ്ററാണ്. ഇതുപോലെ ആയിരിക്കണം. അപ്പോൾ ഇത് ബേക്ക് ചെയ്യാനായിട്ട് നമുക്കൊരു 8 ഇഞ്ചിൻ്റെ കേക്ക് ടിന്നാണ് വേണ്ടത്. ഞാൻ ഇതിനകത്ത് നേരത്തെ തന്നെ നന്നായിട്ടൊന്ന് ബട്ടർ തേച്ചു. അതിന് മുകളിൽ കുറച്ച് മൈദയും ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ടുണ്ട്. സാധാരണ കേക്ക് ടിൻ നമ്മൾ ഗ്രീസ് ചെയ്യില്ലേ, അതുപോലെ തന്നെയാണ്. ഇനി ഇതിനകത്തോട്ട് ഞാനൊരു ബട്ടർ പേപ്പറും കൂടി വെക്കുന്നുണ്ട്. ഞാൻ എപ്പോഴും കേക്ക് ബേക്ക് ചെയ്യുമ്പോൾ താഴെ ബട്ടർ പേപ്പർ വെക്കാറുണ്ട്. അപ്പോൾ കേക്ക് വളരെ എളുപ്പത്തിൽ ഇളകി വരും, ഒട്ടും തന്നെ താഴെ ഒട്ടിപ്പിടിക്കത്തൊന്നുമില്ല. അപ്പോൾ നമുക്ക് ഈ ബാറ്റർ കേക്ക് ടിന്നിലോട്ട് ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഒരു കാര്യം ഞാൻ പറയാൻ വിട്ടുപോയത്, ഇതിനകത്ത് നിങ്ങൾക്ക് നട്ട്സ് ഒക്കെ ചേർക്കാം കേട്ടോ. നട്ട്സോ ഉണക്കമുന്തിരിങ്ങയോ ഒക്കെ ചേർക്കാം. നമ്മൾ പ്ലം കേക്കിലൊക്കെ ചേർക്കില്ലേ, അതുപോലെ തന്നെയാണ്. പക്ഷേ വൈനിലും ഓറഞ്ച് ജ്യൂസിലും ഒന്നും സോക്ക് ചെയ്യൊന്നും വേണ്ട. ജസ്റ്റ് കുറച്ച് മൈദയിലൊന്ന് കോട്ട് ചെയ്തിട്ട് ഈ ബാറ്ററിലോട്ട് ചേർത്ത് കൊടുത്താൽ മതി. നല്ല ടേസ്റ്റിയാണ്. കുട്ടികൾക്കത് ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാനത് ഒഴിവാക്കിയെന്നേ ഉള്ളൂ. പക്ഷേ വേണമെന്നുള്ളവർക്ക് ചേർക്കാം. അപ്പോൾ ഈ നമുക്കൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. കുറച്ച് തിക്കായിട്ടുള്ള ബാറ്റർ ആയതുകൊണ്ട് നന്നായിട്ടൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കണം. 2-3 പ്രാവശ്യം ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക, എയർ ബബിൾസ് പോകാനായിട്ട്. അപ്പോൾ ഞാനിന്നത് വെറുതെ പാനിൽ സ്റ്റൗവിൽ വെച്ചിട്ടാണ് ബേക്ക് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഓവനിലും ചെയ്യാം. ഓവനിലാണെങ്കിൽ 180 ഡിഗ്രി സെൽഷ്യസ് അല്ലെങ്കിൽ 350 ഡിഗ്രി ഫാരൻഹീറ്റിൽ 10 മിനിറ്റ് മുന്നേ പ്രീ ഹീറ്റ് ചെയ്ത അവനിലിട്ട് 25 മുതൽ 30 മിനിറ്റ് വരെ ബേക്ക് ചെയ്യണം. ഞാനിവിടെ കുറച്ച് വലിയൊരു പാൻ ഒരു 5 മിനിറ്റ് നന്നായിട്ട് ചൂടാക്കിയിട്ടു. അതിനകത്തേക്ക് ഒരു സ്റ്റീൽ റിങ് അല്ലെങ്കിൽ ഒരു സ്റ്റീൽ പ്ലേറ്റ് വെച്ച് കൊടുക്കാം. ഉപ്പൊന്നും താഴെ ഇടേണ്ട ആവശ്യമില്ല. ആ സ്റ്റീൽ റിങ്ങിൻ്റെ മേളിലേക്ക് നമ്മുടെ കേക്ക് ടിൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് 25 മുതൽ 30 മിനിറ്റ് വരെ മീഡിയം ഫ്ലെയിമിലിട്ട് ബേക്ക് ചെയ്ത് എടുക്കണം. അടച്ചു വെച്ച് ബേക്ക് ചെയ്യാം. അപ്പോൾ കേക്ക് ഇവിടെ നല്ല പെർഫെക്റ്റായി ബേക്കായി വന്നിട്ടുണ്ട്. എനിക്ക് കറക്റ്റ് 25 മിനിറ്റിൽ ഇത് റെഡിയായി. നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു 5 മിനിറ്റൊക്കെ കൂടുതൽ എടുത്തെന്നിരിക്കും. 25 മിനിറ്റ് ആകുമ്പോൾ ഒന്ന് തുറന്ന് നോക്കുക. ആയിട്ടില്ലെങ്കിൽ 5 മിനിറ്റും കൂടി ബേക്ക് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് പാനിൽ നിന്ന് മാറ്റാം. ഇനി ഇത് നന്നായി തണുക്കുന്നത് വരെ വെയിറ്റ് ചെയ്യണം. അതിന് ശേഷമേ കട്ട് ചെയ്ത് കഴിക്കാവുള്ളൂ. അപ്പോൾ കേക്ക് ഞാൻ ഉണ്ടാക്കി വെച്ചിട്ട് 2 മണിക്കൂറായി. ഇത് നന്നായി തണുത്തിട്ടുണ്ട്. തണുത്ത് കഴിഞ്ഞാൽ ഈ കേക്കിൻ്റെയൊക്കെ കറക്റ്റായിട്ടുള്ള ടേസ്റ്റ് അറിയാൻ പറ്റുള്ളൂ കേട്ടോ. ഇനി നമുക്ക് പാനിൽ നിന്ന് മാറ്റാം. താഴെ ബട്ടർ പേപ്പർ ഉള്ളതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഇളകി വരും. കണ്ടോ, നമ്മൾ ഓവൻ ഇല്ലാതെ ബേക്ക് ചെയ്താണെങ്കിൽ പോലും നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ്. ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം. നമ്മൾ ഈ പഴം കേക്ക് ഉണ്ടാക്കി കഴിഞ്ഞാൽ വീട് ഫുള്ള് അതിൻ്റെ മണമായിരിക്കും കേട്ടോ, കേക്കിൻ്റെ മണമായിരിക്കും. കേക്കിൻ്റെ ഉള്ളിലൊക്കെ കണ്ടോ, നല്ല പഞ്ഞി പോലെ സോഫ്റ്റുമാണ്. കാരമലിൻ്റെയും പഴത്തിൻ്റെയൊക്കെ ടേസ്റ്റ് നമുക്ക് വേറെ വേറെ തന്നെ അറിയാൻ പറ്റും. സൂപ്പർ ടേസ്റ്റ് ആയിട്ടുള്ള അടിപൊളി കേക്കാണ്. പിന്നെ നിങ്ങൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇത് അടുത്ത ദിവസം യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ വെക്കണം. പഴം ചേർത്തതായതുകൊണ്ട് ചിലപ്പോൾ പുറത്ത് വെച്ചാൽ കേടാകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ബാക്കി വരുന്നതാണെങ്കിലും ഫ്രിഡ്ജിൽ വെച്ചിട്ട് യൂസ് ചെയ്യാം. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കി നോക്കൂ, എന്നിട്ട് അഭിപ്രായം അറിയിക്കണം. കുട്ടികൾക്കൊക്കെ തീർച്ചയായിട്ടും ഇഷ്ടമാവും. അപ്പോൾ ട്രൈ ചെയ്തിട്ട് ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ടും ഫാമിലിയായിട്ടൊക്കെ റെസിപ്പി ഷെയർ ചെയ്യാൻ മറക്കരുത്. പിന്നെ ഞാൻ എപ്പോഴും പറയുന്ന പോലെ നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ചെയ്യാനും മറക്കരുത്.
അപ്പോൾ ഇനി നമുക്ക് വീണ്ടും ഒരു നല്ല റെസിപ്പി ആയിട്ട് ഉടനെ തന്നെ കാണാം. ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.